ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ വിചാരിച്ചതാണ് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്താൽ ക്ലിയർ കിട്ടുന്നില്ല. അപ്പൊ പകുതി ആകുമ്പോഴത്തേക്കും കറണ്ട് വന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാന്ന്, ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനൊന്ന് കോളിഫ്ലവർ ചിക്കൻ കറി വെക്കുന്ന ടൈപ്പിൽ അങ്ങ് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ കലത്തിലാണിന്ന് വെക്കുന്നത്. കലം ചൂടായാൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഉടഞ്ഞ ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ച നേരത്തെ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആദ്യം കോളിഫ്ലവർ ഇട്ട് വെച്ചു. അത് നല്ലതുപോലെ കുറച്ച് നേരം അതിൽ കിടന്ന് അതിൻ്റെ അണുക്കളൊക്കെ പോയ ശേഷം നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെച്ച ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ സവാളയിലൊക്കെ ആ ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മൾ കുറച്ച് കോളിഫ്ലവർ ഇപ്പം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഫ്രൈ ചെയ്തിട്ട് എടുത്തത് ആദ്യം ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് രണ്ടാമത് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ആണ്. ഇത്തിരി മസാലകളെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് വലുതായിട്ട് മസാലയൊന്നും പിടിച്ചിട്ടില്ല. അപ്പം നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവാളയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതാ പൊരിച്ചു വെച്ച കോളിഫ്ലവറും ഒരു ഉരുളക്കിഴങ്ങും മുറിച്ചിട്ടിട്ട് നന്നായിട്ട് ഈ മസാലയിൽ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കുകയാണേ. ഉരുളക്കിഴങ്ങ് ഓപ്ഷൻ മാത്രമാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മളെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടോ. ഇനി ലാസ്റ്റിലേക്ക് നമ്മൾ കൊത്തമല്ലി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ലാസ്റ്റ് ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. കൊഞ്ച് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കറി ടേസ്റ്റിലുള്ള ഒരു കോളിഫ്ലവർ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കേട്ടോ. ആദ്യം ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ട് ഞാനിപ്പോൾ മൊബൈലിൽ ലൈറ്റ് ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.